എനിക്കിതിൽ നിന്ന് മനസ്സിലായത് നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് എന്തും നമ്മളെ കൊണ്ട് പറ്റും. നമുക്കറിയാം പ്രിലിംസ് ക്രാക്ക് ചെയ്യണമെങ്കിൽ സ്പീഡ് കിട്ടണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. മെയിൻസിനാണെങ്കിലും പുതിയ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പറ്റാണ്ടതായിട്ട് ഒന്നുമില്ല എന്നതാണ് എൻ്റെ റിസൾട്ടിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. നിങ്ങൾക്കും അതുപോലെ പറ്റും. ഓൾ ദ ബെസ്റ്റ്. ഹായ് എവരിവൺ, ഞാൻ സുകൃഷ്ണ MS. ഞാൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ്. എനിക്ക് ഈ കഴിഞ്ഞ ഫെഡറൽ ക്ലർക്ക് എക്സാം ക്വാളിഫൈ ചെയ്യാനായിട്ട് കഴിഞ്ഞു. ഞാൻ ICDയിൽ ജോയിൻ ചെയ്യുന്നത് ഒക്ടോബർ 2022 ഞാൻ ഇവിടെ ജോയിൻ ചെയ്തതിന് ശേഷം ഫസ്റ്റ് എഴുതുന്നത് SBI POയുടെ എക്സാം ആയിരുന്നു. അത് 2 മാസം കഴിഞ്ഞാണ് ഞാൻ SBI PO എക്സാം എഴുതുന്നത്. അപ്പോൾ തന്നെ എനിക്ക് പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാനായിട്ട് കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ മെയിൻസിൻ്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മെയിൻസ് എനിക്ക് ക്ലിയർ ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. അതിനുശേഷം എൻ്റെ റിസൾട്ട് വരുന്നത് ഫെഡറലിൻ്റെ ആയിരുന്നു. ഫെഡറൽ PO എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഫെഡറൽ ക്ലർക്ക് എനിക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് കഴിഞ്ഞു. റിട്ടേൺ എക്സാം ക്വാളിഫൈ ചെയ്യാനായിട്ട് ICDയുടെ മെറ്റീരിയൽസ് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. JK സാർ വീക്ക്ലി ആയിട്ട് ആപ്പിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്ന മെറ്റീരിയൽസും അതേപോലെ തന്നെ QAയുടെ മെറ്റീരിയൽസും എല്ലാം ഞങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. റീസണിങ് ഞങ്ങൾക്ക് ഓൾറെഡി ഒരു സ്പീഡ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അത് ഞങ്ങൾക്ക് റിട്ടേൺ എക്സാംസ് ക്ലിയർ ചെയ്യാൻ എനിക്ക് വളരെ എളുപ്പമായിരുന്നു. ഗ്രൂപ്പ് ഡിസ്കഷന് വേണ്ടിയിട്ടും ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടും സ്പെഷ്യൽ ക്ലാസ് JK സാർ ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് ഗ്രൂപ്പ് ഡിസ്കഷനിൽ ബിഹേവ് ചെയ്യുന്നത് എന്നും എങ്ങനെ ഒരു ഇൻ്റർവ്യൂ നമ്മൾ കോൺഫിഡൻറ്റോടെ പെരുമാറും എന്നും എല്ലാം JK സാർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ കഴിഞ്ഞ RRB ക്ലർക്ക്, RRB PO, IBPS ക്ലർക്ക്, IBPS PO എല്ലാം തന്നെ എനിക്ക് പ്രിലിംസ് ക്വാളിഫൈ ചെയ്ത് ഞാനിപ്പോൾ മെയിൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടുത്തെ ലൈബ്രറി വളരെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. രാവിലെ 5 മണി മുതൽ രാത്രി 11 മണി വരെയാണ് ഞങ്ങൾക്ക് ലൈബ്രറി യൂസ് ചെയ്യാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ലാബ് ഫെസിലിറ്റീസും. ഞാൻ വന്ന സമയങ്ങളിൽ ഞാൻ 2 മോക്ക് വീതം ചെയ്യുന്നുണ്ടായിരുന്നു. രാവിലെ ഒരു മോക്ക്, വൈകിട്ട് ഒരു മോക്ക്, അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എക്സാംസ് അടുക്കുന്തോറും ഞങ്ങൾക്ക് ഫെബ്രുവരി മന്ത് മുതൽ ഇവിടെ നിന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് മോക്ക് തന്നു തുടങ്ങി. അതായത് ഞങ്ങൾക്ക് ഒരു വൈകിട്ട് ഒരു മോക്ക് ഞങ്ങൾക്ക് ഇടും. പിറ്റേ ദിവസം ഒരു 10 മണി വരെ ഞങ്ങൾക്ക് അത് എഴുതാൻ പറ്റും. അപ്പോൾ ഒരാഴ്ചയിൽ അങ്ങനെ ഞങ്ങൾക്ക് 6 മോക്ക് ഒരു ICD പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നമ്മൾ ഏത് ലെവലിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ അത് നമുക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാം എങ്ങനെ നമുക്ക് എഴുതുന്നു എന്ന് ഉള്ളൊരു ഐഡിയ നമുക്ക് സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാനും എല്ലാത്തിനും അത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് ഈ ലൈബ്രറി യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ 5 മണി മുതൽ 11 മണി വരെ നമ്മൾ അവിടെ ഇരുന്ന് നമുക്ക് ഒരു പീസ് എൻവയോൺമെൻറ്റിൽ തന്നെ പഠിക്കാനും അത് ഹെൽപ്ഫുൾ ചെയ്തിട്ടുണ്ട്. ലാബും നമുക്ക് 5 മണി മുതൽ 11 മണി വരെ യൂസ് ചെയ്യാനായിട്ട് സാധിച്ചു. QAയുടെ മെറ്റീരിയൽസ് എനിക്കൊന്നൊരു ആദ്യത്തെ ഒരു 5 മാസം വരെ നമ്മൾ പ്രിലിംസിൻ്റെ ബേസ് വളരെ നന്നായിട്ട് തന്നെ കവർ ചെയ്തു. ICD പ്രൊവൈഡ് ചെയ്യുന്ന ഓൺലൈൻ കോഴ്സ് ഒരു ഡേ 11 മുതൽ ഡേ 100 വരെ നമുക്ക് ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഒരു 5 to 6 ഒരു ഡേയിൽ തന്നെ 5 to 6 ട്യൂട്ടേഴ്സ് ലെക്ചേഴ്സ് നമുക്കുണ്ട്. ഓരോ ടീച്ചേഴ്സും ഞങ്ങൾക്ക് അതിനകത്ത് ഒരു 15 മുതൽ 20 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു മെഡിക്കൽ ഇഷ്യൂ കാരണം ഞാൻ ഒരു മന്ത് ലീവ് എടുത്ത സമയത്ത് ഞാൻ ഒരു 80+ വീഡിയോസ് കണ്ടു തീർത്തു. അത് കഴിഞ്ഞ് വന്നപ്പോൾ എനിക്കുണ്ടായ ചേഞ്ച് വളരെ വലുതായിരുന്നു. ഒരു നല്ലൊരു ചേഞ്ച് എനിക്ക് എന്നെ തന്നെ മനസ്സിലാക്കാൻ പറ്റി. ഞാൻ ഫോളോ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ഞാൻ QA ചെയ്യുന്ന സമയങ്ങളിൽ ഞാൻ എനിക്കായിട്ടൊരു നോട്ട് പ്രിപ്പയർ ചെയ്തു. അതായത് എനിക്ക് വെറൈറ്റി എന്ന് തോന്നുന്ന ഓരോ ക്വസ്റ്റ്യൻസും ഓരോ ടോപ്പിക്കിൽ നിന്നും ഞാൻ എനിക്കായിട്ടൊരു ബുക്ക് പ്രിപ്പയർ ചെയ്ത് അതിലോട്ട് മാറ്റി എഴുതി. അതേപോലെ ഇവിടെ രമേശ് സാർ, ഞങ്ങൾക്ക് QAയുടെ ട്യൂട്ടർ രമേശ് സാറാണെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ചെയ്യാം, ഓരോ ടോപ്പിക്കിലും നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് സ്പെഷ്യലി ഒരു സിമ്പിൾ ട്രിക്കൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട്. ഷമീം സാറ് ക്ലാസ്സിൽ നമുക്ക് 2 രീതിയിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട്. ഒന്നൊരു കൺവെൻഷണൽ രീതിയിൽ പറഞ്ഞു തരും, അതേപോലെ തന്നെ സിമ്പിളായിട്ടുള്ള രീതിയിൽ പറഞ്ഞു തരും. എനിക്ക് തോന്നിയത് മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് കൺവെൻഷണൽ രീതിയിൽ, അതായത് നമ്മൾ സ്കൂളിൽ നിന്ന് പഠിച്ച മെത്തേഡ് തന്നെ നമുക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് നമുക്കത് കുറച്ചുകൂടെ എളുപ്പത്തിൽ ആ ക്വസ്റ്റ്യൻസ് പറ്റാറുണ്ട്. അനുശ്രീ മിസ് നമുക്ക് ക്ലാസ്സിൽ QAയുടെ ഫാക്കൽറ്റിയാണ് അനുശ്രീ മിസ്. ഞങ്ങൾക്ക് ക്ലാസ്സിൽ വരുന്ന സമയത്ത് നമുക്ക് എപ്പോഴും തോന്നും പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് ആണ് ഓരോ വട്ടവും കൊണ്ടുവരാറ്. മിസ് എപ്പോഴും നമുക്ക് ആൾട്ടർനേറ്റീവായിട്ട് പ്രിലിംസ് മെയിൻസ് എന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടും ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഇംഗ്ലീഷ് ഞാൻ ഇവിടെ വന്ന സമയത്ത് എൻ്റെ ഇംഗ്ലീഷ് കുറച്ച് മോശമായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് JK സാർ പറയാറുണ്ട് ഞങ്ങളോട് ഒരു 10 to 15 മിനിറ്റ്സ് എപ്പോഴും ഇംഗ്ലീഷ് ന്യൂസ് കാണണം, ന്യൂസ് പേപ്പർ വായിക്കണം. അതൊക്കെ എന്നെ ഒത്തിരി ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. അതേപോലെ കൃഷ്ണൻ സാറ്, വർഷ മിസ്, ദിവ്യ മിസ് എൻ്റെ വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവർ പറഞ്ഞതെല്ലാം നമ്മൾ റിവൈസ് ചെയ്യുക. ഒരാഴ്ച കൂടുമ്പോൾ ഞാൻ ആ വൊക്കാബുലറി എടുത്ത് റിവൈസ് ചെയ്യാറുണ്ട്. ദിവ്യ മിസ് ആയാലും ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് ആ ക്ലാസ് കഴിയുമ്പോൾ നമ്മളോട് റിവൈസ് ചെയ്ത് ചോദിക്കുന്നതൊക്കെ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നാറുണ്ട്. അതേപോലെ
തന്നെ മെറ്റീരിയൽസ് അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ മെയിൻസിൻ്റെ മെറ്റീരിയൽസ് ആണ് ആ ഒരു 6 മന്തിന് ശേഷം നമ്മൾ ചെയ്യുന്ന മൊത്തം മെറ്റീരിയൽസ് മെയിൻസിൻ്റെ ആണ്. അത് ഞങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആണ്. ഞാൻ എൻ്റെ GA പ്രിപ്പറേഷൻസ് തുടങ്ങിയത് 2023 ഫസ്റ്റ് മുതലാണ്. ഞാൻ ഡെയിലി ആയിട്ട് GA കവർ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഡെയിലി എഴുതി തന്നെ പഠിച്ചു, കാരണം എനിക്ക് GA കുറച്ച് ടഫായിട്ടുള്ളതാണ്. ഞാൻ എഴുതി പഠിക്കാൻ തുടങ്ങി. ഒരു ജൂലൈ ഒക്കെ അപ്പോൾ എക്സാംസ് എല്ലാം വന്നു തുടങ്ങിയപ്പോൾ ഞാൻ അത് വീക്ക്ലി കവർ ചെയ്യാൻ തുടങ്ങി. നമ്മുടെ ICDയുടെ ആപ്പിലിടുന്നത് ഞാൻ വീക്ക്ലി നോക്കുകയും മറ്റ് സോഴ്സസ് ഉപയോഗിച്ചും ഞാൻ GA കവർ ചെയ്യാനായിട്ട് തുടങ്ങി. മെയിൻസ് എക്സാമിന് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് GA ആണ് കവർ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുകയും ഞാൻ അത് കവർ ചെയ്യാൻ തുടങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ മെയിൻസ് എക്സാംസ് എഴുതിയിട്ട് മെയിൻസിൻ്റെ റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കിതിൽ നിന്ന് മനസ്സിലായത് നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് എന്തും നമ്മളെ കൊണ്ട് പറ്റും. നമുക്കറിയാം പ്രിലിംസ് ക്രാക്ക് ചെയ്യണമെങ്കിൽ സ്പീഡ് കിട്ടണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. മെയിൻസിനാണെങ്കിലും പുതിയ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പറ്റാണ്ടതായിട്ട് ഒന്നുമില്ല എന്നതാണ് എൻ്റെ റിസൾട്ടിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. നിങ്ങൾക്കും അതുപോലെ പറ്റും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.